സെൻറ്ററിൽ വെച്ചു. സെൻറ്ററിൽ വെച്ചിട്ട് സെൻറ്ററിൽ നിന്ന് വരച്ചു. ഇതുപോലെ സെൻറ്ററിൽ വെച്ച് തന്നെ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടും വരച്ചു. ഇനി ഈ സെൻറ്ററിൽ മാറ്റം വരുന്നില്ല. ഈ സെൻറ്ററിൽ അതുപോലെ വെച്ച് നമ്മൾ അടുത്ത സൈഡ് വരയ്ക്കണം. അതും സ്റ്റാർട്ട് ചെയ്യുന്നത് സെൻറ്ററിൽ നിന്ന് തന്നെയാണ്. വീണ്ടും വീണ്ടും അതേപോലെ തന്നെ നീക്കി നമുക്ക് 12 ഈക്വൽ പാർട്സ് ആവണം. 6, 7, 8, 9, 10, 11, 12. ഇനി നമുക്ക് 24 ഈക്വൽ പാർട്സ് ആണ് ആക്കണ്ടേ. അത് ഇതിലെ ഓരോ കോണിനും തന്നെ നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണ്. അതിനായിട്ട് നമ്മൾ എടുക്കുന്ന നമ്മുടെ മറ്റേ സെറ്റ് സ്ക്വയർ എടുക്കണം. അതിൽ 45 ഡിഗ്രി എന്നുള്ള ഏതെങ്കിലും ഒരു കോൺ എടുത്തിട്ട് ആ സെയിം കോണ് ഇതിലെ ഓരോ കോണിന്റെ അടുത്തുകൊണ്ട് വെക്കുകയാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ കൊണ്ടെടുത്ത് വെച്ചിട്ട് ഇത് വകറ്റുമ്പോൾ ഈ കോണ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് വന്നു. ഇനി ഇത് ഒന്നും കൂടെ ഇപ്പുറത്തോട്ട് മാറ്റുമ്പോൾ അടുത്ത കോണ് ഡിവൈഡ് ചെയ്ത് വരും. വീണ്ടും ഒരു കോണൂടെ മാറി വരുമ്പോൾ അടുത്ത കോൺ ഡിവൈഡ്. വീണ്ടും അടുത്തത് ഇവിടെ നിന്ന് എടുത്ത് കഴിയുമ്പോൾ ഓരോ കോണും അതുപോലെ ഡിവൈഡ് ചെയ്ത് വരും. എടുത്തെടുക്കുക. നമ്മൾ ആദ്യം വരച്ചത് ബ്ലാക്ക് വര കൊണ്ടാണ്. അപ്പം ബ്ലാക്ക് വരയിലാണ് നമ്മൾ എപ്പോഴും കൊണ്ടുപോയി വെക്കുന്നത്. അടുത്ത ബ്ലാക്ക് വെച്ചു. അടുത്ത ബ്ലാക്ക് വരയില്